ഹലോ, ഇന്നൊരു സിമ്പിൾ കറിയാണ്. ഇൻഗ്രീഡിയൻസും കുറവ് മതി. 3 ബീറ്റ്റൂട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, 3 തണ്ട് വേപ്പില, 5-6 പച്ചമുളക്, ഒരു പിടി വെളുത്തുള്ളി. ഒരു സ്ക്രേപ്പർ എടുത്ത് പുഴുങ്ങി വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് നല്ലതുപോലെ സ്ക്രേപ്പ് ചെയ്തെടുക്കണം. ഇത് കണക്ക്. പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ച് അധികം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു ചോപ്പറിലേക്കിട്ട് 2 വലി വലിച്ചപ്പോഴേക്കും ഇത് കണക്ക് കിട്ടി. വേപ്പില ഉരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്യണം. അതൊന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് വേപ്പിലയിട്ട് നല്ലതുപോലെ മൂപ്പിച്ച് ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത്, ഇത് ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ആദ്യം കുരുമുളക് ചേർത്തത്. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൊരിച്ച് ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് 1.5 ടേബിൾ സ്പൂൺ വിനാഗിരിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് സ്ക്രേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ക്ലബ് ചെയ്ത് ഒരു 2 മിനിറ്റ് അടച്ചു വെക്കണം. ഇത് നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയൊരു കറിയാണ്. നോൻപ് കാലത്ത് ഒരു യോജിച്ച ഒരു കറിയാണ്. കാരണം വേറൊരു കറി വേണ്ട നമുക്ക് ഊണ് കഴിക്കാനായിട്ട്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വെള്ളമെല്ലാം ഒരുവിധം പറ്റിയിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ച് തന്നെ ഒന്ന് സോട്ട് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഈ കറി ഒരു 2-3 ദിവസം കേടാവാതെ ഇരിക്കുകയും ചെയ്യും. ഇതെൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇഷ്ടമായെങ്കിൽ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻജോയ്.